ഗൗതം, നമസ്കാരം. നമസ്കാരം. ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. നമ്മുടെ ഭരണഘടന അത് നമുക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ജനകീയമായ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ജനാധിപത്യ മര്യാദ അനുസരിച്ചിട്ട്, പൗരബോധം അനുസരിച്ച് നമ്മൾ എല്ലാവരും പ്രതികരിക്കേണ്ടത് ആവശ്യമുണ്ട്. കാരണം നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുന്ന എല്ലാവർക്കും അഭിപ്രായം ഉണ്ടായിരിക്കണം. അഭിപ്രായം പറയേണ്ട ഇടങ്ങളിൽ, പറയേണ്ട രീതിയിൽ, പറയേണ്ട ഭാഷയിൽ അത് പ്രകടമാക്കിയിരിക്കണം. എന്നാൽ ഇവിടെ നമ്മളുടെ ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് വിധിവൈരുദ്ധ്യത്താൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്ന വിഷയങ്ങൾ, പ്രതികരിക്കുന്ന രീതികൾക്കൊക്കെ ചിലപ്പോൾ അപജയങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്ന വലിയൊരു വിഷയം, നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കോക്രോച്ച് ജനതാ പാർട്ടി CJP കുട്ടികൾ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധം വലിയ ഒരു പ്രതിഷേധത്തിൻ്റെ തിരമാലയായി മാറുന്നു. പോലീസ് അത് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു. ചില കുട്ടികൾ ഹോസ്പിറ്റലിലാവുന്നു. പലരും ICU യൂണിറ്റിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. അവർക്ക് വേണ്ടി സാമൂഹ്യ പ്രവർത്തന വാൻചുങ് 25 ദിവസമായിട്ട് അവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നു. ഇപ്പോഴും മന്ത്രിസഭയുടെ ഭാഗത്ത്, കേന്ദ്രമന്ത്രിസഭയുടെ ഭാഗത്ത് നിന്ന് ചർച്ചയാകാം എന്നുള്ള തലത്തിലേക്ക് ഇപ്പോഴാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം, നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ അടക്കം അവിടെ സമരപന്തലിൽ കുട്ടികൾക്ക് അനുഭാവം പ്രകടിപ്പിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. നാളെ ഇടതുപക്ഷത്തിൻ്റെ യുവജന പ്രസ്ഥാനത്തിന് DYFIയുടെയും അതുപോലെ SFIയുടെയും നേതൃത്വത്തിൽ പഠിപ്പ് മുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ നമുക്ക് ഏത് സമരമുറകളും അവലംബിക്കാൻ നമുക്ക് കഴിയും. ഡൽഹിയിൽ സമരം ചെയ്ത കുട്ടികളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവരെ തല തല്ലിപ്പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ആളുകളുണ്ട്. സമരം ജനാധിപത്യപരമായിരിക്കണം, മര്യാദപൂർണ്ണമായിരിക്കണം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മുന്നിലേക്ക് നമുക്കൊരു വിഷയം, ഈ അടുത്ത കാലത്ത് കിടന്ന കേരളത്തിലെ ചില വിഷയങ്ങളുമായി നമുക്ക് ബന്ധപ്പെടുത്തി സംസാരിക്കാം. ഇത് ഈ കഴിഞ്ഞ മെയ് 27-ാം തീയതി അതെ, ED അന്വേഷിക്കാനായിട്ട് പിണറായിയുടെ മകളുടെയൊക്കെ വീട്ടിൽ വന്നപ്പോൾ അടിമകളായിട്ടുള്ള കുറെ സഖാക്കൾ, പിണറായി വിജയൻ താമസിക്കുന്ന വീടായിരുന്നു. അതെ, അവിടെ വന്നിട്ട് ED ഉദ്യോഗസ്ഥരുടെ കാറ് തല്ലിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ടെലിവിഷനിലൂടെയൊക്കെ. എവിടെയായിരുന്നു ഇപ്പം ധാർമ്മികതയൊക്കെ പറയുന്ന അവര് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അന്ന് അവർക്ക് എന്തുകൊണ്ട് ആ പ്രവൃത്തി ചെയ്യേണ്ടി വന്നു? അക്രമ സ്വഭാവത്തിലേക്ക് മാറിത്തീരേണ്ടത് എന്തുകൊണ്ട് അവരങ്ങനെ സംഭവിച്ചു? മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തിൽ എവിടെയാണ് പ്രതിഷേധക്കാർക്ക് മുമ്പിൽ ലഡുവും 100 ചുവപ്പൻ ഉമ്മകളും പൂച്ചെണ്ടുമായിട്ട് പോലീസുകാർ നിന്നിട്ടുള്ളത്? എനിക്കറിയാൻ പാടില്ല കേട്ടോ. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പ്രതിഷേധിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും, വലിയ ആൾക്കൂട്ടം അവർ വയലൻ്റ് ആയി കഴിയുമ്പോൾ മിണ്ടാതിരിക്കണം, അവർക്ക് ലഡുവും പൂച്ചെണ്ടുമാണ് കൊടുക്കേണ്ടതെന്ന് ഏതെങ്കിലും ഭരണ സംവിധാനമോ പോലീസോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ അത് നല്ലൊരു കാര്യമാണ്, നമുക്കറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമാണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും. ഒരു മോബ് വലിയ രീതിയിൽ വയലൻ്റ് ആകുന്ന കാണുമ്പോൾ അവിടെ ടിയർ ഗ്യാസും അതുപോലുള്ള മറ്റ് സാമഗ്രികളും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലാത്തി ചാർജ് ഒക്കെ ഉണ്ടാകും. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്, വെറുതെ അല്ല. ജന്തർ മന്ദിറിൽ പോലീസ് വാഹനങ്ങൾ, പോലീസിൻ്റെ ജീപ്പ്, മറ്റ് വലിയ ബസ്സുകൾ, ഇതൊക്കെ അടിച്ചു പൊളിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കൈയും കെട്ടി നോക്കിയിരിക്കണം പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഒരിക്കലും യോജിക്കാനായിട്ട് സാധിക്കില്ല. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എത്ര വലിയ ജനാധിപത്യ വിരുദ്ധമാണത്? പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങ് അഴിച്ചു വിടുക, പാർലമെൻറ്റ് എന്നിട്ട് തകർക്കുക, അതാണോ കൈയും കെട്ടിയിട്ട് ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചെയ്യുക? തീർച്ചയായിട്ടും അടിക്കും. അതിപ്പോൾ ചൈനയിലായാലും ഇറാനിലായാലും സൗദി അറേബ്യയിലായാലും അമേരിക്കയിലായാലും ഏത് രാജ്യത്തായാലും, ഇവിടുത്തെ നമ്മളെ കേരളത്തിലായാൽ പോലും അടി കിട്ടും. പോലീസ് അടിക്കുക തന്നെ ചെയ്യും. കേരയിൽ സമരം വലിയ രീതിയിൽ കേരളത്തിൽ നടന്നതാണ്. സ്ത്രീകളെ അടക്കം തെരുവിൽ പ്രതിഷേധിച്ച, വീട്ടുമുറ്റത്തൊക്കെ പ്രതിഷേധിച്ച, കുറ്റിയുമായിട്ട് പ്രതിഷേധിച്ച സ്ത്രീകളെ വലിച്ചിഴച്ച് പോലീസ് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. എന്തുകൊണ്ട് കേരളത്തിലെ പോലീസുകാർ അല്ലെങ്കിൽ SFIക്കാരൊക്കെ, സഖാക്കളൊക്കെ അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല? പോലീസുകാർ പ്രതിഷേധക്കാർക്ക് ലഡുവും പൂച്ചെണ്ടും 100 ചുവപ്പൻ ഉമ്മകളുമാണ് കൊടുക്കേണ്ടതെന്ന് എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല? ഈ ഗൗതമേ, എപ്പോഴും ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമരമുഖങ്ങളിലൊക്കെ വളരെ ഊർജ്ജസ്വലതയോട് കണ്ടിട്ടുള്ള ഒരു പക്ഷമാണ് ഇടതുപക്ഷം.
പല സമരങ്ങളിലും അവരുടെ ഇടപെടലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായും വലിയ ആവശ്യങ്ങളുള്ള സമരങ്ങളും അതിലുണ്ടായിരുന്നു. എന്നാൽ നോക്കൂ, ഈ ഗൗതം പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഈ കഴിഞ്ഞ മെയ് 27-ാം തീയതി നമ്മുടെ പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് ബേക്കറി മുക്കിലുള്ള വീട്ടിൽ ED ഒരു റെയ്ഡുമായി എത്തുന്നു. ED റെയ്ഡുമായി എത്തുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനുമായി ബന്ധപ്പെട്ട വിഷയത്തിനല്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന ആളുടെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയപരമായ ഒരു വിഷയത്തിനല്ല. അവർ വന്നത് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കടലാസ് കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്ന് 2,78,00,000 രൂപ വാങ്ങി എന്നുള്ള ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ വന്ന റിപ്പോർട്ട് പ്രകാരം അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ടായ റെയ്ഡാണ്. അതായത് സാമ്പത്തിക ക്രമക്കേടുകളിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചൊരു കേസ്, ആ സമാന്തരമായ കേസിൽ ED അന്വേഷിച്ച കേസ്, ഈ കേസിൽ ഒരു റെയ്ഡിന് വരുമ്പോൾ അകത്ത് റെയ്ഡ് നടക്കുന്നു. പിണറായി വിജയന്റെ വീട്ടിൽ വീണ വിജയനോട് ED ചോദ്യങ്ങൾ ചോദിക്കുന്നു, റെയ്ഡ് നടക്കുന്നു, വീണ വിജയന്റെ പാസ്ബുക്ക് കണ്ടുകെട്ടുന്നു, ആ പാസ്ബുക്കിൽ അവരുടെ ബാങ്കിൽ ഉണ്ടായിരുന്ന 19 കോടി രൂപ ഫ്രീസ് ചെയ്യുന്നു. ഈ സംഭവങ്ങളുമായി, ഇവരുടെ വിലപ്പെട്ട രേഖകളുമായി ED 3 കാറിൽ തിരിച്ചു പോകുന്നു. 10 മണിക്കൂർ റെയ്ഡിന് ശേഷം ഈ 3 കാറിൽ തിരിച്ചു പോകുമ്പോൾ 3 കാറിന് നേരെയും ചുടുകട്ടയും വടിയും വെള്ളം നിറഞ്ഞ കുപ്പിയും എല്ലാം ചീമുട്ടയും അടക്കം വലിച്ചെറിയുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളാണെന്ന് ഓർക്കണം. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസിന് പിണറായി വിജയനെ ചോദ്യം ചെയ്തിട്ടില്ല. പിണറായി വിജയൻ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ ED സഞ്ചരിച്ച കാറ് തല്ലിപ്പൊളിച്ച് കാറിന്റെ ചില്ല് തുളച്ചു കയറി, കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ കണ്ണിൽ കുത്തിക്കയറി. അന്ന് ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? SFI കുട്ടികളായിരുന്നില്ല. ഈ CPMന്റെ മുൻ മന്ത്രിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, V ശിവൻകുട്ടി, തിരുവനന്തപുരം CPMന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്ന V ജോയി, ജോൺ ബ്രിട്ടാസ് MP, സംസ്ഥാന സെക്രട്ടറി CPMന്റെ MV ഗോവിന്ദൻ, ഇങ്ങനെയുള്ള നിരവധി നേതാക്കന്മാരുടെ കീഴിലായിരുന്നു ഇവിടെ ഏതാണ്ട് 1000 പേരടങ്ങുന്ന ഒരു സംഘം ആളുകൾ 3 കാറിലായി എത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് അന്വേഷണ ഏജൻസികളെ തടഞ്ഞു വെച്ചുകൊണ്ടോ കയ്യേറ്റം ചെയ്തുകൊണ്ടോ അല്ല. തടഞ്ഞു വയ്ക്കാൻ പോലും ഒരുപക്ഷെ സമരമുറകളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ഒരു കാരണവശാലും അവരെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയപരമായ പൊതുജന നന്മയ്ക്ക് ഉതകുന്ന കാര്യങ്ങളിൽ, പ്രാതിനിധ്യ നിയമപ്രകാരമുള്ള പ്രശ്നങ്ങളിലൊക്കെയാണ് ഇടപെടുന്നത്. ഇവിടെ വീണ വിജയൻ നടത്തിയ ഒരു സാമ്പത്തിക ക്രമക്കേടിൽ അവരുടെ കേസ് അന്വേഷിക്കാൻ വന്ന ED സംഘത്തെ പോലും ആക്രമിച്ച ആളുകൾ പിന്നീട് ഡൽഹിയിൽ നടന്ന ഒരു സമരത്തിന് അവിടെ നരേന്ദ്രമോദിയുടെ പോലീസ് സമരക്കാർക്ക് ഉമ്മ കൊടുത്തില്ല എന്നോ ലഡു കൊടുത്തില്ല എന്നോ എന്നൊക്കെ പറഞ്ഞ് ഇത്തരം വിദ്വേഷകരമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? ഇപ്പം ഗൗതം ചൂണ്ടിക്കാണിച്ച പോലെ ഈ കേരളയിലെ ഭാഗമായി അവനവൻ്റെ അടുക്കളയിൽ പോലുമാണ് മഞ്ഞക്കുറ്റി കൊണ്ടുവന്ന് നാട്ടിയത്. അന്ന് 3 സെന്റിലും 2 സെന്റിലും ഒക്കെ കഴിയുന്ന ആളുകൾ അടുക്കളയും ഒരു മുറിയൊക്കെ വച്ച് കഴിഞ്ഞു കൂടുന്ന ആളുകളുടെ അടുക്കളയിലൂടെ കേരളയിൽ കടന്നു പോകും. അതിവേഗ റെയിൽ വേണം, കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരന് നെഞ്ചത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് കുറ്റി നാട്ടുമ്പോൾ അമ്മമാര് പ്രതിഷേധിക്കുകയല്ലാണ്ട് കരയല്ലാണ്ട് എന്ത് ചെയ്യും? വേറെ കിടപ്പോടമില്ല. അതിനെതിരെ അവർ പ്രതികരിച്ചപ്പോൾ അവരെ എന്താണ് 2 കയ്യിലും 2 കാലിലും തൂക്കി പോലീസ് വാനിലേക്ക് കയറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ജനാധിപത്യ മര്യാദകളൊക്കെ എവിടെ പോയിരുന്നു? അപ്പോൾ പോലീസിനൊരു രീതിയുണ്ട്. ഏത് സമരമായാലും അവർ ഭരിക്കുന്ന വർഗത്തിന്റെ ഒത്താശയോട് കൂടിയ സമരം അടിച്ചൊതുക്കണോ അമർത്തണോ എന്നവർ തീരുമാനിക്കും. അവർ ആ രീതിയിൽ പ്രതികരിക്കും. പോലീസുകാർക്കിടയിലും ഈ സമര വിപ്ലവ വീരരിലെ രാഷ്ട്രീയ ബോധമുള്ള പ്രവർത്തകരുണ്ടാവുമല്ലോ. അപ്പോൾ പിണറായി വിജയന്റെ നവകേരള യാത്ര അടക്കുമ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിയത് ഇത്തരത്തോളം വിപ്ലവ വീര്യമുള്ള ചില പോലീസുകാരായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കേസൊക്കെ വന്നത് വലിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ ഒരു സമരം നടക്കുമ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ സമരം നടക്കാൻ, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യപരമായ രീതിയിൽ സഹന സമരം നടത്തി സ്വാതന്ത്ര്യം വാങ്ങിയെടുത്ത രാജ്യം തന്നെയാണ് ഇന്ത്യ. സഹനമാണ് സമര ആയുധമാക്കി ഗാന്ധിജി വിഭാവനം ചെയ്തത്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും തോക്കെടുത്തൊരു ചരിത്രമില്ല. അപൂർവം ചില കേസുകളിൽ നമുക്ക് വാരിക്കുന്തം എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നല്ലാതെ നമ്മളൊരിക്കലും സായുധരായി നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പോരാടേണ്ടി വന്നിട്ടില്ല. നമ്മുടെ പല ലഹളയെയും അവർ ഇതുപോലെ വർഗീയവൽക്കരിച്ച് നമ്മളെ തമ്മിൽ തെറ്റിദ്ധരിപ്പിച്ച് പരസ്പരം അടുപ്പിക്കാനൊക്കെ വേണ്ടി ബ്രിട്ടീഷുകാർ നോക്കി. അപ്പോഴും നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ സ്വീകരിച്ച മാർഗം സഹന സമരം തന്നെയായിരുന്നു. അപ്പോൾ സമരം ചെയ്യേണ്ട ഇടങ്ങളിൽ, അഭിപ്രായം പറയേണ്ട ഇടങ്ങളിലൊക്കെ നമ്മളത് പറയണം. ജനാധിപത്യപരമായിരിക്കണം, സഭ്യമായ ഭാഷയായിരിക്കണം, സംയമനം വേണം. പിന്നെ ഒരുപാട്
വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമരമുഖത്ത് നിൽക്കുന്ന പോലീസുകാർക്ക് നമ്മളോട് പൂച്ചണ്ടും മിഠായിയും തന്ന് ആ സമരം അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ജലപീരങ്കി ഉപയോഗിക്കേണ്ടി വരും. അപൂർവം ചില സന്ദർഭങ്ങളിൽ ലാത്തിചാർജ് ഉണ്ടാകും. അത്യപൂർവമായ ചില സന്ദർഭങ്ങളിൽ കേരളത്തിൽ നമ്മൾ വെടിവെപ്പും കണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ. എം പി രാഘവൻ ഒരു പൊതുയോഗത്തിന് എത്തുന്നതിന് പ്രതിഷേധിച്ചുകൊണ്ട് തലശ്ശേരിയിൽ കൂത്തുപറമ്പിലുണ്ടായ വെടിവെപ്പ് ഗൗതമിന് ഓർമ്മയുണ്ടാകും. 5 പേരാണെന്ന് ഡിവൈഎഫ്ഐക്കാർ മരിച്ചു വീണത്. അതൊക്കെ ഒഴിവാക്കേണ്ട സന്ദർഭം തന്നെയാണ്. അങ്ങനെ അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മന്ത്രി എം പി രാഘവൻ ഒരു കാരണവശാലും അങ്ങോട്ട് വരാൻ പാടുണ്ടായിരുന്നില്ല. ഈ ചെറുപ്പക്കാർ പിള്ളേർ സംഘടിക്കുന്നുണ്ട്, അവർ റോഡിൽ സമരം ചെയ്യും, അവർ സംഘർഷം ഉണ്ടാകുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ട് മന്ത്രി എത്തിയത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അവിടെ 5 പേരുടെ മരണത്തിലേക്ക് പോലും കൊണ്ടുചെന്നെത്തിച്ച സമരം പോലും നമ്മൾ കേരളം കണ്ടിട്ടുണ്ട്. അതൊരു കാരണവശാലും ആർക്ക് പോയി? പോയ വീട്ടുകാർക്ക് പോയി. പുഷ്പനെ ഓർമ്മയുണ്ടോ എന്നുള്ള പാട്ടൊക്കെ ഇപ്പോഴും ഓർക്കും. നമ്മുടെ കേരളത്തില് മുഖ്യമന്ത്രി നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കരിങ്കൊടി കാണിച്ചതിനാണ് KSU പ്രവർത്തകരെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തലമണ്ട അടിച്ച് പൊട്ടിച്ചത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആൾ. അതെ, അങ്ങനത്തെ ചെറിയ വിഷയങ്ങൾക്ക് പോലും തലമണ്ട പൊട്ടിക്കുന്ന പ്രവണത കാണിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് ഇത് മുൻപുണ്ടായ പിണറായി സർക്കാർ. അവരുടെ അനുയായികളാണ് ഇപ്പം വന്നിട്ട് പറയുന്നത് ജന്തർ മന്ദറിൽ ഇത്രയും ആളുകൾ തടിച്ചുകൂടി പാർലമെന്റിലേക്കൊക്കെ മാർച്ച് നടത്തുമ്പോൾ അയ്യോ പ്രതിഷേധിക്കുക അല്ലെങ്കിൽ അടിച്ചൊതുക്കുകയോ ഒന്നും ചെയ്യരുത്, ലഡുവും പൂച്ചെണ്ടുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. വളരെ കഷ്ടമാണ് നിങ്ങളുടെ നിലപാട്. അതെ, പിണറായി വിജയൻ ഭരിച്ചിരുന്ന സമയത്തൊക്കെ സമരത്തെ അങ്ങനെ ലഡുവും പൂച്ചെണ്ടും ഒക്കെ നൽകിയാണല്ലോ നേരിട്ടത്. അത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ആലപ്പുഴ MLA ആയ AD തോമസ് വരെ അത് സാക്ഷ്യം ചെയ്തിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ തലയാണ് അടിച്ചു പൊളിച്ചത്. അപ്പോൾ അതെല്ലാം നമ്മൾ നേരിട്ട് കണ്ടതാണല്ലോ. അപ്പോൾ അവിടെ ഈ എന്താണ് പനിനീർ പൂ കൊണ്ടാണ് AD തോമസിന്റെ തലയ്ക്ക് അടിച്ചതെന്ന് ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഒരു ഭാഷ്യം വരുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇനി ഈ എന്താണ് പിണറായി വിജയന്റെ നവകേരള ബസ് കടന്നുപോയ വഴിയിലൊക്കെ കരിങ്കൊടി കാണിച്ചവർക്ക് ബസ്സിൽ നിന്ന് പിണറായി വിജയൻ ലഡു എറിഞ്ഞു കൊടുത്തോന്ന് നമുക്കറിയില്ല. ഇനി പിൽക്കാലത്ത് അങ്ങനെ എന്തെങ്കിലും വിശേഷണങ്ങളും വിവരണങ്ങളും ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്കത് പങ്കുവയ്ക്കാം.